പുതിയ പോലീസ് മേധാവി ആരാകുമെന്ന സംശയത്തിലാണ് ജനങ്ങളിപ്പോൾ. ജൂൺ 30-ന് DGP S. ദർവേഷ് സാഹിബ് വിരമിക്കും. പട്ടികയിലുണ്ടായിരുന്നത് മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരായിരുന്നു. എന്നാൽ 3 പേരെ ഉൾപ്പെടുത്തിയാണ് UPSC അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് പട്ടിക. ജൂൺ അവസാന ആഴ്ചത്തെ മന്ത്രിസഭാ യോഗം അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി ഒരാളെ തീരുമാനിക്കും. K. പത്മകുമാർ, ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ഹരിനാഥ് മിശ്ര എന്നിവരാണ് DGP ആകാനുള്ള അന്തിമ പട്ടികയിലുള്ളത്. ഫയർഫോഴ്സ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സീനിയോറിറ്റിയിൽ ഒന്നാമത്. ജയിൽ മേധാവിയാണ് പത്മകുമാർ. ഹരിനാഥ് മിശ്ര കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ്. സംസ്ഥാന സർക്കാർ നൽകിയ 8 പേരുടെ പട്ടികയിൽ നിന്നാണ് 3 പേരെ ഉന്നതതല യോഗം നിർദ്ദേശിച്ചത്. പൊതുവെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക വിരമിക്കാൻ 6 മാസം മാത്രം ബാക്കിയുള്ളവരെയാണ്. പട്ടികയിലുണ്ടായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയും റോഡ് സേഫ്റ്റി കമ്മീഷണറുമായ നിതിൻ അഗർവാൾ 1989-ലെ ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി എന്ന് പറയുന്നത് 2026 വരെയാണ്. അതേസമയം BSF ഡയറക്ടറായിരുന്ന നിതിൻ അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ DGP കൂടിയാണ് അദ്ദേഹം. വിരമിക്കാനിരിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനേക്കാൾ സീനിയറാണ് നിതിൻ അഗർവാൾ. സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ ചുമതലയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് ഇദ്ദേഹം. 1994-ൽ 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിയായിരുന്നു ഇദ്ദേഹം. അന്വേഷണത്തിനൊടുവിൽ രവാഡ ചന്ദ്രശേഖറിനെ 2012-ലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. 1995 ബാച്ച് ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് മേധാവിയായ മഹാരാഷ്ട്ര സ്വദേശി യോഗേഷ് ഗുപ്ത. അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി 2030 വരെയാണ്. 1994 ബാച്ചുകാരനാണ് മനോജ് എബ്രഹാം. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി 2031. അതേസമയം അഗ്നിശമന സേനാ മേധാവി K. പത്മകുമാർ വിരമിക്കുന്ന സാഹചര്യത്തിൽ ഈ മാസം 30-ന് മനോജ് എബ്രഹാമിന് DGP റാങ്ക് ലഭിക്കുകയും ചെയ്യും. ഇതോടെ നിലവിലുള്ള ക്രമസമാധാന ചുമതല അദ്ദേഹം ഒഴിയും. 1995 ബാച്ച് ഉദ്യോഗസ്ഥനായ സുരേഷ് രാജ് പുരോഹിത് SPGയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ പട്ടികയിലുണ്ട്. ഇദ്ദേഹത്തിന് 2027 വരെയാണ് സർവീസ് കാലാവധി. വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും ബറ്റാലിയൻ ADGP MR അജിത് കുമാർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. 2028 വരെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി. രവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ DGP ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിൽ MR അജിത് കുമാറിന് ജൂലൈ 1-ന് DGP റാങ്ക് ലഭിക്കുകയും ചെയ്യും. ADGP-മാരായ S. വെങ്കടേഷ്, S. ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ, P. വിജയൻ എന്നിവരെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ജൂൺ അവസാന ആഴ്ചയോടെ ആരായിരിക്കും സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി എന്നറിയാൻ കഴിയും.